ഹലോ ഗൈസ്, ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരുപാട് സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹോർമൂസ് കടലിടുക്ക് ഇറാൻ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണം. 48 മണിക്കൂറാണ് സമയം പറഞ്ഞത്. അപ്പോൾ അതിനുള്ളിൽ ഇറാന് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള വിനാശകരമായിട്ടുള്ള ഒരു ആക്രമണം US ഇറാനിൽ നടത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഈ സമയം തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയാണെങ്കിൽ ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്കയിൽ, ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ എന്ത് വില കൊടുത്തും ഇനിയും ആക്രമിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇറാൻ അല്ലെങ്കിൽ ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു റെജീം അത് നശിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെയാണ് അമേരിക്കയെ ഈ ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നതും. ഏതായാലും നമുക്ക് എന്താകും ഈ ഒരു യുദ്ധം എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ നല്ലൊരു പര്യവസാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.